കുഴിയിൽ കാലും നീട്ടിയിരിക്കുന്ന ആ കിളവി മാല ചോദിച്ചിട്ട് തന്നില്ല. അതുകൊണ്ടാണ് പിതൃമാതാവ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയതെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ പറയുന്നു. എങ്ങനെയുണ്ട്? അത്രയേറെ അതിക്രൂരമായി കൊലകൾ നടത്തിയിട്ടും കണ്ണിൽ ചോരയില്ലാതെ അവൻ തുറന്നടിക്കുമ്പോൾ ഇവനൊക്കെ കിട്ടേണ്ടത് പരമാവധി ശിക്ഷ തന്നെയാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടിയ പ്രതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് പിതൃമാതാവിനെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന വിവരം പോലീസിനോട് ആ നരാധമൻ പറഞ്ഞത്. കൊലപാതകത്തിന് ശേഷം മാല ഊരിയെടുത്ത് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചുവെന്നും അഫാൻ പറയുന്നു. അഫാനുമായി പോലീസ് ഉടൻ തന്നെ കൊലപാതകം നടന്ന പാങ്ങോടുള്ള വീട്ടിലും ധനകാര്യ സ്ഥാപനത്തിലും തെളിവെടുപ്പും നടത്തും. കൂട്ടക്കൊലപാതക ദിവസം ഉമ്മയെ ആക്രമിച്ച പ്രതി ചുറ്റിക വാങ്ങി നേരെ പോയത് പിതൃമാതാവിന്റെ വീട്ടിലേക്കായിരുന്നു. അവന്റെ ആദ്യത്തെ കൊല അതായിരുന്നു. പിന്നീടാണ് തുടർച്ചയായുള്ള മറ്റ് സംഭവങ്ങൾ നടന്നത്. കുറ്റം ഏറ്റുപറയാൻ സ്റ്റേഷനിലേക്ക് എത്തുമ്പോലും അവന്റെ ഭാഗത്ത് നിന്ന് കുറ്റബോധമോ അല്ലെങ്കിൽ പശ്ചാത്താപമോ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ അവൻ നടത്തിയ സൽമ ബീവിയെക്കുറിച്ച് അവൻ പറഞ്ഞ പ്രതികരണത്തിൽ അത്ഭുതപ്പെടാൻ മാത്രം ഒന്നുമില്ല. കൂട്ടുകാരനെ കണ്ട് കുശലം പറഞ്ഞുകൊണ്ടാണ് അവൻ സ്റ്റേഷനിലേക്ക് കയറി ചെന്നത് പോലും. അതിനിടെ വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഷെമിയോട് ഇളയ മകൻ മരിച്ച വിവരം കുടുംബം അറിയിച്ചിട്ടുണ്ട്. മക്കളെ തിരക്കിയപ്പോൾ 2 പേരും അപകടത്തിൽ പരിക്കേറ്റുവെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമെന്നാണ് പിതാവ് ആദ്യം പറഞ്ഞിരുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്ന് അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഷെമി നിർദ്ദേശിച്ചപ്പോഴാണ് ഇളയ മകൻ മരിച്ച വിവരം അബ്ദുൾ റഹീം പറഞ്ഞത്. ICUവിൽ തുടരുന്ന ഷെമിയോട് ഘട്ടം ഘട്ടമായി കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവങ്ങൾ അറിയിക്കണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് മരണവിവരം പറഞ്ഞത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഷെമിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റു വിവരങ്ങളെല്ലാം സാവധാനം വഴിയേ ആയിരിക്കും അറിയിക്കുക. അല്ലെങ്കിലും നൊന്ത് പ്രസവിച്ച ആ മക്കൾക്ക് ഈ ഗതി വരുമ്പോൾ ഏതമ്മയ്ക്കാണല്ലേ സഹിക്കാനാവുക? എന്തായാലും ഇനിയൊരു അമ്മയ്ക്കും ഈ ഒരു ഗതി വരുത്താതിരിക്കട്ടെ. മൂത്ത മകന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെമീന നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മകൻ 5 പേരെ കൊലപ്പെടുത്തിയ വിവരമൊന്നും ഷെമീന അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഷെമീനയുടെ ഭർത്താവ് വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തിയിരുന്നു. തന്നെ കാണാൻ വരുന്നവരോടൊക്കെ തന്നെ ഷെമീന ആവർത്തിച്ച് ചോദിച്ച ഏക കാര്യം മക്കളെക്കുറിച്ചായിരുന്നു. ഘട്ടം ഘട്ടമായി മറ്റ് വിവരങ്ങളും അറിയിക്കും. അതിനുശേഷം അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തും. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നാണ് ഷെമീന ഡോക്ടർമാരോടൊക്കെ പറഞ്ഞത്. നിലവിൽ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഷെമീന. കുടുംബത്തിന്റെ വലിയ കടബാധ്യതയും ഉമ്മുമ്മയോടുള്ള കടുത്ത പകയുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഫാൻ പറയുന്നത്. ഉമ്മുമ്മയോട് പലതവണ സഹായം ചോദിച്ചിരുന്നു. സ്വർണ്ണമാലയടക്കം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ആദ്യം തന്നെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പറയുന്നു. അതേസമയം തൻ്റെ പേരിലുണ്ടായിരുന്ന കാർ നഷ്ടമായതായി പിതാവ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞു. നെടുമങ്ങാട് രജിസ്ട്രേഷനുള്ള ഫോക്സ് വാഗൺ വാഹനമാണ് നഷ്ടമായത്. കാർ അഫാൻ പണയം വെച്ചതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഈ കാറിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഇങ്ങനെ നിരനിരയെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെ എന്ത് പറയണം, എങ്ങനെ പ്രതികരിക്കണം എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.